കേൾവിക്കാരെ രസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്ന വചന ശുശ്രൂഷ പുളിച്ച മാവിനോട് സമമാണ്. പുളിപ്പ് ദുഷ്ടതയുടെ പ്രതീകവുമാണ്. മായം ചേർക്കാത്ത ദൈവവചനം ആസ്വദിക്കുവാൻ കഴിയുന്നത് ആത്മീയ പക്വത വന്നവർക്ക് മാത്രമാണ്. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകരെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവവചന കേൾവിയിലൂടെയാണ് നാം ദൈവരാജ്യത്തിന് അവകാശികളാകുന്നത്. എന്നാൽ ഇതേ തിരുവചനത്തെ കൗശലത്തോടെ വളച്ചൊടിച്ചാണ് പിശാച് ആളുകളെ വഴിതെറ്റിക്കുന്നത്. ആയതിനാൽ വചന ശുശ്രൂഷ എന്ന പേരിൽ നമ്മുടെ കാതുകളിലെത്തുന്നതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം ദൈവജനത്തിനുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലത്തെ ബെരോയിലെ ദൈവജനം ഇതിനൊരു ഉത്തമ മാതൃകയാണ്. തങ്ങൾ പള്ളിയിൽ കേട്ട പ്രസംഗം ദൈവവചനത്തിന് അനുസൃതമാണോ എന്ന് തിരുവെഴുത്തുകൾ ദിവസേന പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നവരായിരുന്നു അവർ. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 34 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. ദൈവവചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ നേരിടുന്ന ഒരു വലിയ പ്രലോഭനമാകുന്നു ഈ പ്രസംഗം രസകരമാക്കുവാൻ തങ്ങളുടേതായ എന്തെങ്കിലുമൊക്കെ ചേർത്ത് ശുശ്രൂഷിക്കുക. ഇത് ഫലിതങ്ങളാകാം, കഥകളാകാം, അനുഭവങ്ങളാകാം, അങ്ങനെ പലതും. അതില്ലെങ്കിൽ ആളുകൾ പറയും, ഇന്നത്തെ പ്രസംഗം ഒരു സുഖവും ഇല്ലാത്തതായിരുന്നു എന്ന്. ഫലിതങ്ങളും കഥകളും അനുഭവങ്ങളുമൊക്കെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെയോ അവ മനുഷ്യരെ രസിപ്പിക്കുവാൻ ചിന്തിച്ചുകൊണ്ട് പറയുന്നതാകരുത്. ദൈവവചനം അവർ ഗ്രഹിക്കുവാൻ സഹായിക്കുന്നതാകണം, അത്രമാത്രം. ആളുകളെ സുഖിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്ന വചന ശുശ്രൂഷ പുളിച്ച മാവിനോട് സമമാണ് എന്ന് യേശു കർത്താവ് പഠിപ്പിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ നാം അത് ചിന്തിക്കുകയുണ്ടായി. അവിടെ നാം വായിക്കുന്നത്, അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. പുളിപ്പ് ദുഷ്ടതയുടെ പ്രതീകമാണ്. സ്വാദ് കുറവാണെങ്കിലും ഈസ്റ്റ് ചേർക്കാത്ത അപ്പം ആയിരിക്കും ആരോഗ്യത്തിന് നല്ലതെന്ന് പറയാറില്ലേ? പിന്നെ ചിലർക്ക് ഈ പുളിപ്പ് മാത്രമേ ഇഷ്ടമുള്ളൂ. കള്ള് കുടിക്കുമ്പോൾ ഓരോരുത്തർ മുഖം വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ പുളി നുണയുമ്പോഴത്തെ ആ ചേഷ്ട. മായം ചേർക്കാത്ത ദൈവവചനം ആസ്വദിക്കുവാൻ കഴിയുന്നത് ആത്മീയ പക്വത വന്നവർക്ക് മാത്രമാണ്. 34-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും. ഈ പ്രസ്താവനയെ സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. പുതിയൊരു സത്യമാകുന്നു ക്രിസ്തു ഇവിടെ നൽകുന്നത്. ഉപമകളിലൂടെ താൻ ഇവിടെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇതുപോലെ പഴയ നിയമത്തിലെങ്ങും വെളിപ്പെടുത്തിയിട്ടില്ല. 36-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണം എന്ന് അപേക്ഷിച്ചു. യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചു. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരെ ചുറ്റും കൂട്ടി കളയുടെ ഉപമ അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ പോവുകയാണ്. നാം അത് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞല്ലോ. എങ്കിലും വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് വായിച്ചു കേൾക്കാം. 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം.
കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. എത്ര കൃത്യമായി പറഞ്ഞിരിക്കുന്നല്ലേ? നമ്മുടെ കാലത്തിലെ ക്രൈസ്തവ ലോകത്തിൻ്റെ അവസ്ഥ കാണിക്കുന്ന ഒരു ശരിയായ ചിത്രമത്രേ ഞാനിപ്പോൾ വായിച്ചത്. തന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങളെ നമ്മുടെ കർത്താവ് ഒരിക്കലും വിട്ടുകളഞ്ഞിട്ടില്ല. മറ്റെന്തും നിറവേറുന്നത് പോലെ ഇതും കൃത്യമായി നിറവേറി. 41, 42 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. സഹസ്രാബ്ദ വാഴ്ചയിലെ രാജ്യത്തിൽ ദുഷ്ടതയൊന്നും കാണില്ല എന്ന് ചിന്തിച്ചാൽ തെറ്റി. അന്ന് ദുഷ്ടത തലപൊക്കും, പക്ഷേ അതിനെ കൈകാര്യം ചെയ്തുകൊള്ളും എന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. 43 വാക്യത്തിൽ, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ കർക്കശമായ വാക്കുകൾ സൗമ്യതയുള്ള യേശുവിൻ്റെ അധരത്തിൽ നിന്നുമാകുന്നു വന്നതെന്ന് ചിന്തിക്കുവാൻ തന്നെ പ്രയാസമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ അവനെ സ്നേഹവാൻ എന്നെങ്ങനെ പറയുവാൻ സാധിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. ദുഷ്ടന്മാരോടാണല്ലോ ഈ കർക്കശമായ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. നീതിമാന്മാരോട് പറഞ്ഞിരിക്കുന്നത് എത്ര ആനന്ദകരമാകുന്നു. നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പ്രകാശിക്കും. എത്ര മനോഹരമായിട്ടാണ് കർത്താവ് തനിക്കുള്ളവരെക്കുറിച്ച് വിശദീകരിക്കുന്നത്. 44 വാക്യത്തിൽ നാം കാണുന്നത്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. നിധി ഇസ്രായേലാകുന്നു. ശ്രദ്ധിച്ചോണം, വയൽ ലോകമാകുന്നു. ഒരു മനുഷ്യൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രനെ ആകുന്നു. ഇസ്രായേൽ രാജ്യത്തെ വീണ്ടെടുക്കുവാനായി തന്നെത്താൻ നൽകിയ യേശു. പാപിയായൊരു വ്യക്തി സുവിശേഷത്തെ വാങ്ങുന്നതല്ല ഇവിടുത്തെ ഈ ഉപമയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം സുവിശേഷം ഒരു വയലിൽ ഒളിച്ചു വെച്ചിരിക്കുകയല്ലോ. ഇസ്രായേൽ വാസ്തവത്തിൽ ഇന്ന് ലോകത്തിൽ അടക്കി വെച്ചിരിക്കുകയാണ്, ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അവർ ഇന്നൊരു രാഷ്ട്രമല്ലേ എന്ന് ചിലർ വാദിച്ചേക്കാം. അത് ശരിയാണ്. പക്ഷേ അവർക്കിന്ന് ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ടില്ലേ? കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് അവർ ആ ദേശം അവകാശമാക്കാത്തിടത്തോളം അത് ആസ്വദിക്കുവാൻ അവർക്ക് കഴിയില്ല. യഥാർത്ഥത്തിൽ ലോകമെമ്പാടും ഇന്ന് യഹൂദജാതി ചിന്നിച്ചിതറിയിരിക്കുകയാണ്. ഇന്ന് ലോകത്തിലുള്ളതിൽ ഏറ്റവും അധികം യഹൂദന്മാർ ഇസ്രായേലിലല്ല, ഒരുപക്ഷെ ന്യൂയോർക്ക് പട്ടണത്തിലാകും. ഈ യഹൂദന്മാർ ലോകം മുഴുവൻ ചിതറിയിരിക്കുന്നു. പക്ഷേ ഇസ്രായേലുമായുള്ള ദൈവത്തിൻ്റെ ഇടപാടുകൾ കഴിഞ്ഞിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് തന്നെ റോമാലേഖനം 11 അധ്യായത്തിൻ്റെ 1, 2 വാക്യങ്ങളിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള ദൈവത്തിൻ്റെ ഇടപാട് അവസാനിച്ചില്ല എന്ന് വിശുദ്ധ പൗലോസ് വിശ്വസിച്ചിരുന്നു. പഴയ നിയമത്തിലെ അവസാനത്തെ എഴുത്തുകാരിൽ ഒരാളായിരുന്ന സക്രിയ പ്രവാചകൻ ഇസ്രായേലിന് ഒരു പുതിയ ദിവസം വരുന്നുവെന്ന് സക്രിയ പ്രവചനം 12 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ എഴുതി. യഹൂദ ജനത്തെ വീണ്ടും ഒരുമിച്ച് ചേർക്കുന്നിടത്തെക്കുറിച്ച്, അവരെ തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് യെരമ്യാ പ്രവാചകൻ പല ഭാഗങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന സമയം ഇനിയും വരുവാനിരിക്കുന്നതേ ഉള്ളൂ. ദൈവം യഹൂദ ജനത്തെ ഭാവിയിൽ ഒരുമിച്ച് ചേർക്കുവാൻ പോകുന്നത് വലിയ അത്ഭുതങ്ങളിലൂടെ ആയിരിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മിസ്രൈമിൽ നിന്ന് യഹൂദജനം വിടുവിക്കപ്പെട്ട സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായി ആഘോഷിച്ചിരുന്ന പെസഹ പെരുന്നാളായിരുന്നുവല്ലോ മറ്റേതൊരു മതപരമായ ആഘോഷങ്ങളെക്കാൾ ഏറെ നാൾ കൊണ്ടാടിയിട്ടുള്ളത്. ലോകത്തിലുള്ള മറ്റേതൊരാഘോഷങ്ങളെക്കാൾ ഏറെ നാൾ കൊണ്ടാടിയിട്ടുള്ളത് അതാണ്. എന്നാൽ ആ ജനം വീണ്ടും ചേർക്കപ്പെടുമ്പോൾ ഉണ്ടാകുവാൻ പോകുന്ന അത്ഭുതങ്ങൾ മിസ്രൈമിൽ നിന്നും യഹൂദജനം വിടുവിക്കപ്പെട്ട ആ സമയത്തെ അത്ഭുതങ്ങളെപ്പോലും മറപ്പിക്കുന്ന വിധത്തിൽ വലുതായിരിക്കും. അത്ര വലുതായിരിക്കും. ഇസ്രായേലുമായുള്ള ദൈവത്തിൻ്റെ ഇടപാടുകളെല്ലാം കഴിഞ്ഞില്ല. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉപമ അത് വ്യക്തമാക്കുന്നുണ്ട്. വയലിൽ ഒളിച്ചു വെച്ച നിധി ഇസ്രായേലാകുന്നു. തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങിയ വ്യക്തി കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. വാസ്തവത്തിൽ ആ ജനത്തെ വീണ്ടെടുക്കുവാനായി ക്രിസ്തു തന്നെ നൽകുകയുണ്ടായി. നിങ്ങളുടെയും എൻ്റെയും രക്ഷ അവിടുന്ന് വില കൊടുത്തു വാങ്ങിയതുപോലെ നമ്മുടെ കർത്താവ് തൻ്റെ രക്തത്താൽ അവരെ വിലയ്ക്ക് വാങ്ങി.
ക്രിസ്തു വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുന്നതായ സമയത്ത് സംഭവിക്കുവാൻ പോകുന്ന ശുദ്ധീകരണത്തെക്കുറിച്ച് സക്രിയാവ് പ്രവാചകൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. സക്രിയ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. എത്ര കൃത്യമായിട്ടാണ് പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്നത്. ഇനിയും 13-ാം അധ്യായത്തിൻ്റെ 45-ഉം 46-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഈ ഉപമയുടെ വ്യാഖ്യാനവുമായി സാധാരണ നാം കേൾക്കാറുള്ളത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന വ്യാപാരി പാപിയായ ഓരോ വ്യക്തികളും വിലയേറിയ മുത്ത് ക്രിസ്തുവുമാകുന്നു എന്നാണ് സാധാരണ കേൾക്കാറുള്ളത്. ക്രിസ്തുവിനെ വാങ്ങുന്നതിനായി പാപി തനിക്കുള്ളതെല്ലാം വിൽക്കുന്നു എന്ന്. ഈ വ്യാഖ്യാനത്തെ ഒരിക്കലും അംഗീകരിപ്പാൻ എനിക്ക് സാധിച്ചിട്ടില്ല, ഇന്നും സാധിക്കുന്നില്ല. ഈ വ്യാഖ്യാനത്തെ ഗൗനിക്കാൻ തക്കവണ്ണം അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുപോലും ഞാൻ സംശയിക്കുന്നു. അല്ല, ആരാ ഈ വിലയേറിയ മുത്ത് അന്വേഷിക്കുന്നത്? പാപികൾ രക്ഷ അന്വേഷിച്ച് നടക്കാറുണ്ടോ? എൻ്റെ ബൈബിളിലെങ്ങും അങ്ങനൊരു ചിന്ത കാണുന്നില്ല. കഴിഞ്ഞ കാലത്തെ ശുശ്രൂഷയിലെ എൻ്റെ അനുഭവം അത് സമ്മതിക്കുന്നുമില്ല. പാപികൾ രക്ഷ അന്വേഷിച്ചെങ്ങും നടക്കുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന വ്യാപാരി ഒരിക്കലും പാപിയായ ഒരു വ്യക്തിയെന്നല്ല, അതല്ല കാണിക്കുന്നത്. കാരണം പാപിയായ മനുഷ്യന് തൻ്റെ പാപത്തിൽ നിന്നുള്ള വിടുതലിനായി കൊടുക്കുവാൻ ഒന്നും തന്നെയില്ല. അങ്ങനെയുള്ളവർ ഒരിക്കലും ക്രിസ്തുവിനെ അന്വേഷിക്കുന്നില്ലല്ലോ. അഥവാ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവൻ എങ്ങനെയാണ് ക്രിസ്തുവിനെ വാങ്ങുവാൻ സാധിക്കുന്നത്? വ്യാപാരി ചെന്ന് തനിക്കുള്ളതൊക്കെയും വിൽക്കുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കെ എങ്ങനെയാണ് ഒരു പാപിക്ക് തനിക്കുള്ളതെല്ലാം വിൽക്കുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അത് കൊടുക്കുവാൻ സാധിക്കുന്നത്? അതിലുപരി ക്രിസ്തുവും രക്ഷയും വിൽക്കുവാൻ വെച്ചിരിക്കുന്ന ഏതോ വിൽപ്പന ചരക്കല്ല. ദൈവവചനം ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നു. രക്ഷ എന്നത് ദാനമാകും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം സ്നേഹിച്ചു, അതുകൊണ്ട് അവൻ നൽകി. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്നത്രേ. ഈ ഉപമയുടെ ശരിയായ വ്യാഖ്യാനം വെളിപ്പെടുത്തുന്നത് എന്തെന്നാൽ, ക്രിസ്തു അത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്ന വ്യാപാരി എന്നത്രേ. അവിടുന്ന് തൻ്റെ സ്വർഗീയ ഭവനം ഉപേക്ഷിച്ച് ഈ താണലോകത്തിലേക്ക് വന്നു. അതെ, ഈ വിലയേറിയ മുത്ത് കണ്ടുപിടിക്കുവാൻ. അവിടുന്ന് നഷ്ടപ്പെട്ട പാപികളെ കണ്ട് അവർക്ക് വേണ്ടി തൻ്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞു. നമ്മെ വിലയ്ക്ക് വാങ്ങുവാനായി, ദൈവത്തിനായി വീണ്ടെടുക്കുവാൻ അവൻ തനിക്കുള്ളതെല്ലാം വിറ്റു. വിശുദ്ധ പൗലോസ് ഇത് കൊരിന്തിയിലെ ജനങ്ങളോട് പറഞ്ഞു. അവൻ പറഞ്ഞു, നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന്. അവിടുന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി, അവിടുന്ന് നമ്മെ ദൈവത്തിനായി വീണ്ടെടുക്കുന്നു. ഇനി നമുക്ക് ആ മുത്ത് എന്താകുന്നു എന്ന് ഒന്ന് പരിശോധിക്കാം. മുത്ത് സഭയെ പ്രതിനിധീകരിക്കുന്നു. മുത്ത് എന്നതുകൊണ്ട് വൈരക്കല്ലല്ല, ഡയമണ്ട് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജീവനുള്ള അണുക്കളാൽ രൂപം കൊണ്ട ഒന്നത്രേ മുത്ത്. ഒരു മണൽത്തരിയോ അതുപോലെ പുറമേ നിന്നുള്ള എന്തെങ്കിലും വസ്തുക്കളോ കടലിൽ ജീവിക്കുന്ന ഒരു ചെറിയ ജീവിയുടെ പുറന്തോടിനുള്ളിൽ കടന്നെന്നാൽ അത് ആ ജീവിക്ക് മുറിവേൽപ്പിക്കുന്നു, അതിന് ദോഷം വരുത്തുന്നു. അങ്ങനെ വരുമ്പോൾ ആ കക്കയ്ക്കുള്ളിലുള്ള ജീവി ഒരു തരം ദ്രാവകം പുറപ്പെടുവിക്കുന്നു. ആ ദ്രാവകം പുറന്തോടിനുള്ളിൽ പ്രവേശിച്ചിട്ടുള്ള ആ അന്യവസ്തുവിനെ പൊതിയുന്നു. ഒരു മുത്തുണ്ടാകുന്നത് വരെ ആ ദ്രാവകം പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു മാണിക്യക്കല്ലോ വൈര്യക്കല്ലോ അല്ല, പിന്നെയോ ഒരു മുത്ത്, മനോഹരമായൊരു വെളുത്ത മുത്ത്. മറ്റ് രത്നക്കല്ലുകളെ പോലെയല്ല മുത്ത്. മറ്റ് കല്ലുകൾ മുറിച്ച് അവയുടെ രൂപം വരുത്തുമ്പോൾ യഥാർത്ഥ സൗന്ദര്യമുണ്ടാകുന്നു. മുത്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായി മുറിക്കാവുന്നതല്ല, വേറൊരു രൂപത്തിലും മാറ്റുവാൻ സാധിക്കാത്തതുപോലെ അത്രേ മുത്തുണ്ടായിരിക്കുന്നത്. അത് രൂപപ്പെടുത്തുവാനായി നിങ്ങൾ മുറിക്കുന്ന സമയം തന്നെ അത് നശിക്കുന്നു.
മുത്ത് വലിയ വിലപിടിപ്പുള്ളതായ ഒരു സാധനമായ ഒന്നും ഇസ്രായേല്യർ കണ്ടിരുന്നില്ല. വചനത്തിലെ പല വ്യാഖ്യാനങ്ങളും ഞാനിപ്പോൾ പറഞ്ഞ പ്രസ്താവനയെ ശരിവെക്കുന്നു. ഉദാഹരണത്തിന് ഇയ്യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പളുങ്കും മുത്തും ചേർത്ത് പറഞ്ഞിരിക്കുന്നു. എബ്രായർക്ക് മുത്ത് വിലപിടിപ്പുള്ള സാധനമായിരുന്നില്ലെങ്കിൽ തന്നെ യഹൂദരല്ലാത്തവർക്ക്, ജാതികൾക്ക് മുത്ത് വിലയേറിയ ഒരു വസ്തുവായിരുന്നു. വിലയേറിയ മുത്ത് എന്ന ചിത്രം ക്രിസ്തു നൽകിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അതിശയിച്ചു കാണുമെന്നത്ര ഞാൻ കരുതുന്നത്. രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും മാത്രം യോജിക്കുന്ന ഒന്നായി കണ്ട് പൗരസ്ത്യർ മുത്തിന് നിഷ്കളങ്കതയുടെയും വിശുദ്ധിയുടേതുമായ ഒരു പ്രതീകാത്മക അർത്ഥം നൽകിയിരുന്നു. ഈ അറിവ് നമ്മുടെ ചിന്തയിൽ വെച്ചുകൊണ്ട് നമുക്കിനിയും ഈ ഉപമ ഒന്ന് നോക്കാം. ഒരു വ്യാപാരിയെപ്പോലെ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അവിടുന്ന് മനുഷ്യൻ്റെ പാപം കണ്ട്, മനുഷ്യൻ്റെ പാപം തൻ്റെ സ്വന്തം ശരീരത്തിൽ അവൻ വഹിച്ച്, ആ കടൽ ജീവിയുടെ കക്കയ്ക്കുള്ളിൽ പ്രവേശിച്ച അന്യവസ്തു പോലെ ആയിരുന്നു നമ്മുടെ പാപം അവൻ്റെ മേൽ. അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. ആരോ ഇപ്രകാരം പറയുകയുണ്ടായി, ഒരു കുന്തത്തിൻ്റെ മുറിവിലൂടെ ഞാൻ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനുള്ളിൽ പ്രവേശിച്ചു എന്ന്. എത്ര സത്യമാണല്ലേ? ക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. പാപിയായ മനുഷ്യനോടുള്ള ക്രിസ്തുവിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കൂ. തൻ്റെ സ്വന്തം നീതി കൊണ്ട് അവൻ നമ്മെ ചുറ്റുന്നു. തൻ്റെ നീതിയാകുന്ന ശുഭ്രവസ്ത്രത്താൽ ക്രിസ്തു നമ്മെ പുതപ്പിക്കുന്നു. നാം അവൻ്റെ കൈപ്പണിയായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ക്രിസ്തു നമ്മെ കാണുന്നത് നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലല്ല, പിന്നെയോ നാം ഒരു ദിവസം ആയിത്തീരുന്ന, അതെ, കറാച്ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തുന്ന സ്ഥിതിയിലത്രേ. സഭയെ തനിക്കായി നേടുന്നതിലേക്ക് ക്രിസ്തു തനിക്കുള്ളതെല്ലാം വിറ്റു. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:2 നാം വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകത്തിലേക്ക്, അതായത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ നാം പുതിയ യെരുശലേമിൻ്റെ വിശദീകരണത്തിലേക്ക് വരും. സഭയുടെ ഭാവി ഭവനമായ പുതിയ യെരുശലേം. ആ പട്ടണത്തിൻ്റെ പുറത്തെ അടയാളം ഒന്ന് ശ്രദ്ധിക്കൂ. അതിൻ്റെ ഗോപുരം മുത്തുകളാൽ തീർത്തതാണ്. അത് യാദൃച്ഛികമായി അങ്ങനെ വന്നതല്ല, ക്രിസ്തു തന്നെ അപ്രകാരത്തിൽ ക്രമീകരിച്ചതാണ്. അവനാണല്ലോ വ്യാപാരി. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. 47-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ കാണുന്നത് 13:47, പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി, ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കുമെന്ന്. ലോകം എന്ന വാക്കിന് ഇവിടുത്തെ ഭാഗത്ത് ഗ്രീക്ക് ഭാഷയിൽ തർജ്ജിമ ചെയ്തിരിക്കുന്നത് കാലം, യുഗം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഈ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതായത് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ക്രിസ്തു തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനെയാണ് യുഗത്തിൻ്റെ അവസാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യുഗത്തിൻ്റെ അവസാനം എന്ന അർത്ഥം 50-ാം വാക്യത്തിൽ നാം കണ്ടത് നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അത് ഭയാനകമായ ഒന്നാകുന്നു എന്ന് ക്രിസ്തു ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നു. ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരുടെ അവസാനം ഏറ്റവും ശോചനീയമായിരിക്കും. 51, 52 വാക്യങ്ങളിൽ ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു വാക്യമത്രേ. പ്രത്യേകിച്ചും ദൈവവചനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് പുതിയതും പഴയതുമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ മതിയാകൂ.
ചിലരെന്നോട് പറയാറുണ്ട്, ആഹാ, ആ പറഞ്ഞത് ഞാൻ പണ്ടും കേട്ടിട്ടുണ്ടല്ലോ എന്ന്. തീർച്ചയായും നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പഴയ കാര്യങ്ങൾ വീണ്ടും പറയുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമാകുന്നു. അതേസമയം തന്നെ ചില പുതിയ ചിന്തകൾ കൂടി കൊണ്ടുവരണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. ഈ ഉപമകൾ കൂടി പഠിപ്പിച്ചതിന് ശേഷം കർത്താവായ യേശു അവിടം വിട്ട് തൻ്റെ സ്വന്തം പട്ടണമായ നസറേത്തിലേക്ക് പോയതായി നാം വായിക്കുന്നു 53-54 വാക്യങ്ങളിൽ. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു. ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആ കാലത്ത് അവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് യാതൊരു സംശയമില്ലായിരുന്നു. അവർ അവൻ്റെ വീര്യപ്രവൃത്തികളെ ചോദ്യം ചെയ്തുമില്ല. അവരുടെ സംശയം അവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്നു കിട്ടി എന്നതായിരുന്നു. എവിടെ നിന്നാണ് അവന് ഈ ജ്ഞാനം കിട്ടിയത്? ഈ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ ഇവൻ എങ്ങനെ സാധിക്കുന്നു? 55 വാക്യത്തിൽ കാണുന്നത്, ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നിവരല്ലയോ? ഇവൻ തച്ചൻ്റെ മകനല്ലയോ എന്ന്. അതത്രേ അവരെ ചിന്താക്കുഴപ്പത്തിലാക്കിയത്. അവൻ വാസ്തവത്തിൽ ആരാകുന്നു എന്നവർ മനസ്സിലാക്കിയില്ല. അവർക്ക് അവൻ വെറും ഒരു തച്ചൻ്റെ മകൻ മാത്രമായിരുന്നു. നാം അനേകർക്കും അവനൊരു തച്ചൻ്റെ മകൻ മാത്രമാകുന്നു. സുഹൃത്തേ, താങ്കൾ ക്രിസ്തുവിനെ എങ്ങനെയാണ് അംഗീകരിച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചാട്ടെ. 56 വാക്യത്തിൽ കാണുന്നു, ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശുക്രിസ്തുവിന് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. തീർച്ചയായും അവർ അർദ്ധ സഹോദരന്മാരും സഹോദരിമാരും ആയിരുന്നു എന്ന് മാത്രം. യേശുവിൻ്റെ ഇളയവരായിരുന്ന അവരെല്ലാം യോസഫ് മറിയ ദമ്പതിമാരിൽ നിന്നും ജനിച്ചവരായിരുന്നു എന്ന് ബൈബിൾ കൃത്യമായി പറയുന്നുണ്ട്. അവിടുന്ന് വാസ്തവത്തിൽ ദൈവപുത്രനായിരുന്നുവെന്ന് അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം മാത്രമാണ് ഈ സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കിയത്. 57-58 വാക്യങ്ങളിൽ യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല. അവൻ്റെ പിതൃനഗരത്തിലുള്ളവർ അവനെയും അവൻ്റെ കുടുംബത്തെയും ശരിക്കും അറിഞ്ഞിരുന്നു എന്നതുകൊണ്ട് അവങ്കിൽ ഇടറിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. എനിക്ക് തോന്നുന്നത് അവർ ഇപ്രകാരം പറഞ്ഞു കാണുമെന്നാണ്. അവൻ്റെ കുടുംബത്തെ ഞങ്ങൾക്കറിയാം, അവൻ ഇവിടല്ലേ വളർന്നത്, പിന്നെ ഇപ്പോൾ ഈ പറയുന്നതൊക്കെ നമുക്കറിയില്ലേ, അവൻ ഈ പഠിപ്പിക്കുന്നതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്നാണ് ഈ പറയുന്നത്. 58 വാക്യത്തിൽ നാം കണ്ടത് അതിമഹത്തായ ഒരു വെളിപ്പാടാണ്. ദൈവം ഇവിടെയായിരുന്നപ്പോൾ തൻ്റെ ശക്തിയെ പരിമിതിപ്പെടുത്തിയ കാര്യം എന്തെന്ന് ശ്രദ്ധിക്കൂ. അത് അവിശ്വാസമായിരുന്നു. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ ചെയ്തില്ല എന്ന്. ഇന്ന് നമ്മുടെ അവിശ്വാസം നിമിത്തം ദൈവത്തെ നമുക്ക് പരിമിതിപ്പെടുത്തുവാൻ സാധിക്കും, ലിമിറ്റ് ചെയ്യുവാൻ സാധിക്കുമെന്നത്രേ ഇത് തെളിയിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരിക്കലും അവിശ്വാസം എന്ന പാപം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം നമ്മിൽ അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് അവനിലുള്ള വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം കേൾക്കുന്ന ദൈവവചനം നമ്മിൽ വിശ്വാസമായി മാറുന്നതിൽ നമ്മുടെ ഹൃദയത്തിന് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വചനം ഫലം പുറപ്പെടുവിക്കണമെന്ന് വരികിൽ ഒരുക്കപ്പെട്ട ഒരു ഹൃദയം ആവശ്യമാണ്. എബ്രായ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന മുന്നറിയിപ്പ് നാം ഗൗരവത്തോടെ ഓർക്കണം. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവീൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കഠിനപ്പെടാതെ ഒരുക്കമുള്ള ഒരു ഹൃദയം കാത്തു സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.